ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മല്ലു ഡ്രാമ ബോക്സ്. എപ്പിസോഡിന്റെ തുടക്കത്തിലെ റൈമയെ ചികിത്സിക്കാൻ ഡോക്ടേഴ്സ് വരുന്നതും അവളുടെ നില കുറച്ച് ക്രിട്ടിക്കൽ ആണെന്ന് പറയുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ സോന രോഹിത്തിനോട് റൈമയ്ക്ക് ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ അവളോട് അവന് സംസാരിക്കാൻ താല്പര്യമില്ലെന്നും അവിടെ നിന്ന് ഇറങ്ങിപ്പോകാനും പറയാണ്. അങ്ങനെ വീട്ടിലെത്തിയിട്ട് സോന സുമനെ കെട്ടിപ്പിടിച്ചിട്ട് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കരയുന്നുണ്ട്. രോഹിത് ആകെ ടെൻഷൻ അടിച്ച് റൈമയോടൊപ്പം നിൽക്കുന്നുണ്ട്. പിന്നെ രോഹിത് സോനയും അവനും തമ്മിൽ ഒരു റിലേഷൻഷിപ്പും ഇല്ല, എല്ലാം ഞങ്ങൾ നടത്തിയ നാടകമാണെന്ന് എല്ലാവരോടും പറയുന്നുണ്ട്. ഇത് കേട്ട് വീണ അവൻ്റെ അടുത്ത് വന്ന് നീ അപ്പോൾ സോനാക്ഷിയെ പ്രണയിക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവൻ ഇല്ല, ഞാൻ നിങ്ങളെല്ലാവരും എന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി നിർബന്ധിച്ചില്ലേ, അപ്പോൾ അതുകൊണ്ട് അവളും ഞാനും തമ്മിൽ നടത്തിയ ഒരു ചെറിയ നാടകമായിരുന്നു അതെല്ലാം എന്ന് വീണയോട് പറയുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി അവൻ്റെ അടുത്തേക്ക് വന്നിട്ട് അവനെ നന്നായിട്ട് വഴക്ക് പറയുന്നുണ്ട്. നീ എല്ലാവരുടെയും ഫീലിങ്സ് വെച്ചാണ് കളിച്ചത്, ഇതൊരിക്കലും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് ആൾ പറയുന്നുണ്ട്. അപ്പം നരേനും സോനയെ കുറ്റം പറയാണ്. അവൾ പണ്ട് ഫേക്കാണെന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞതാണ്, ഒരു നടിയായ അവൾക്ക് മാത്രമേ ഇങ്ങനെ അഭിനയിച്ച് പറ്റിക്കാൻ പറ്റൂ എന്ന് ആൾ പറയുന്നുണ്ട്. പിന്നെ രോഹിത് റൈമയുടെ അടുത്ത് തന്നെ അവളെ നോക്കിയിരിക്കുന്നതാണ് കാണിക്കുന്നത്. ഇതിനിടയിൽ അവൻ ഹോസ്പിറ്റലിൽ നിന്ന് കോൾ വന്ന് അവിടേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അവിടെ വെച്ച് പ്രതീകിനെ അവൻ ചീത്ത പറയാണ്. ഒരു പേഷ്യൻറ്റിന് സ്വയമായിട്ട് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുത്തതിലാണ് അവൻ വഴക്ക് പറയുന്നത്. ഇതവിടെ വന്ന സോനയും കാണുന്നുണ്ട്. അവിടെ വെച്ച് സോന രോഹിത്തിനോട് സംസാരിക്കാൻ നോക്കുമ്പോൾ അവൻ അവളെ അവോയ്ഡ് ചെയ്യാണ്. ആ സീൻ കട്ടായിട്ട് പിന്നെ പിറ്റേ ദിവസം റൈമ എണീച്ച് രോഹിത്തിനോട് റൊമാൻറ്റിക്കായിട്ട് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. ഐ ലവ് യു രോഹിത് എന്നവൾ പറയുമ്പോൾ അവൻ മീ ടു എന്ന് പറയുന്നുണ്ട്. പിന്നെ റൈമ അവനോട് നീയും സോനയും തമ്മിൽ റിലേഷനിലൊന്നും അല്ലല്ലോ, അമ്മയുടെ ബർത്ത്ഡേ പാർട്ടിയിൽ അവളും അവളുടെ വീട്ടുകാരും എല്ലാം ഇവിടെ ഉണ്ടായിരുന്നല്ലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രോഹിത് നീ എന്നെ വിശ്വസിക്കുക, എനിക്ക് ആരുമായും ഒരു റിലേഷൻഷിപ്പും ഇല്ല എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം സുമിത്ത് സോനാക്ഷിയുടെ അടുത്ത് വന്ന് നീ ഓക്കെ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾക്ക് ജ്യൂസൊക്കെ കൊടുത്തിട്ട് അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് അവളോട് അവൻ ഒരു സഹായം ചോദിക്കുകയാണ്. ഇന്നലെ ഒരു കുട്ടിയെ ഞാൻ സിപ്പി മാൻഷനിൽ ഡ്രോപ്പ് ചെയ്തു, അവളെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി, ഓക്സിജൻ സിലിണ്ടറൊക്കെ ഉണ്ടായിരുന്നു അവളുടെ കയ്യിൽ, രോഹിത് അവളുടെ റിലേറ്റീവ് ആയിരിക്കുമല്ലേ എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സോന അവനോട് റൈമ രോഹിത്തിൻ്റെ ഗേൾ ഫ്രണ്ട് ആണെന്ന് പറയുകയാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് സുമിത്ത് ഇപ്പോൾ നിൻ്റെ പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലായി, ഇപ്പോൾ മുതൽ നിനക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്നോട് വന്ന് പറയാൻ മടിക്കരുത് എന്ന് അവൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. പിന്നെ റൈമ അവളുടെ അമ്മയോട് രോഹിത്തിൻ്റെ ഒപ്പം നിൽക്കാൻ സമ്മതം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവളുടെ അമ്മ രോഹിത്തിനോട് അവളെ നന്നായി നോക്കണം, കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ പോലെ എന്തെങ്കിലും സംഭവിച്ചാലേ നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അമ്മ അവിടെ നിന്ന് പോയതിന് ശേഷം റൈമ രോഹിത്തിനോട് റൊമാൻറ്റിക്കായിട്ട് പെരുമാറുന്നുണ്ട്. ഇത് രോഹിത്തിന് അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നുകയാണ്. അപ്പോൾ റൈമ അവനോട് നിനക്ക് എന്തു പറ്റി, ഐ ലവ് യു സോ മച്ച് എന്നവനോട് പറഞ്ഞിട്ട് അവനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് അവിടേക്ക് അജിത്ത് വരികയാണ്. അപ്പോൾ അവനോട് രോഹിത്ത് ഇല്ലാത്ത ഒരു മീറ്റിങ്ങിൻ്റെ കാര്യം പറയാണ്. അപ്പോൾ റൈമയുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവളെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അജിത്തിനോട് അവൻ അങ്ങനെ പറയുന്നത്. അങ്ങനെ റൈമയോട് മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് നേരെ സോനയുടെ ഷൂട്ടിംഗ് സെറ്റിലേക്കാണ് അവൻ പോകുന്നത്. അവിടെ ചെന്ന് ഷോട്ട് നടക്കുന്നതിൻ്റെ ഇടയിൽ സോനയുടെ അടുത്തേക്ക് ചെന്ന് എനിക്ക് നിന്നോട് സംസാരിക്കണമെന്നവൻ പറയുകയാണ്. അപ്പോൾ നേത്ര അവൻ്റെ അടുത്ത് വന്ന് ഷൂട്ടിൻ്റെ ഇടയിൽ കയറി വന്നതിന് അവനെ വഴക്ക് പറയുന്നുണ്ട്. അപ്പോൾ രോഹിത് നിങ്ങൾക്ക് എന്ത് നഷ്ടം വന്നാലും ഞാൻ ഏറ്റെടുത്തോളാം, എനിക്കിപ്പോൾ സോനയോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് സോനയെ അവിടെ നിന്ന് മാറ്റി നിർത്തി അവൻ സംസാരിക്കുകയാണ്. റൈമയ്ക്ക് തീരെ വയ്യ, അവൾക്ക് എന്നെ വേണം, ഞാൻ കാരണമാണ് അവളുടെ 4 വർഷം പോയത്, ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായോ എന്ന് അവൻ ചോദിക്കുകയാണ്. അപ്പോൾ സോന നിങ്ങൾ പറയുന്നത് ശരിയാണ്, നിങ്ങൾ റൈമയുടെ അടുത്തേക്ക് തന്നെ പോകുന്നതാണ് നല്ലത്, ഞാനൊരു ഫ്രണ്ടായി നിങ്ങളെ കാണാമെന്ന് സങ്കടത്തോടെ വിക്കി പറയുന്നുണ്ട്. അപ്പോൾ രോഹിത് എന്ത് ഫ്രണ്ടാണോ, അപ്പോൾ നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നതെല്ലാം അവസാനിച്ചോ, നിനക്ക് എന്താ വേണ്ടത്, ജീവിതകാലം മുഴുവൻ ഞാൻ റൈമയുടെ അടുത്തേക്ക് പോകണോ എന്ന് പിന്നെയും അവൻ ചോദിക്കുകയാണ്. അപ്പോൾ അവൾ വേണ്ട പോവല്ലേ എന്ന് പറഞ്ഞിട്ട് അവനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോൾ അവൻ റൈമയ്ക്ക് ഒരിക്കലും എൻ്റെ സോന ആകാൻ പറ്റില്ല, ഞാൻ നിന്നെയാണ് സ്നേഹിക്കുന്നത്, നിന്നെ ഞാൻ ഒരിക്കലും വിട്ട് പോവില്ല, നിന്നെ എനിക്ക് വിശ്വാസമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സോന പിന്നെ എന്തിനാ എന്നോട് അങ്ങനെയെല്ലാം പെരുമാറിയത്, ഗെറ്റ് ഔട്ട് അടിച്ചത് എന്ന് അവനോട് ചോദിക്കുമ്പോൾ ഞാൻ കൺഫ്യൂഷനിലായിരുന്നു, ദേഷ്യവും ടെൻഷനും എല്ലാം വന്നു എനിക്ക്, അതാണ് ഞാൻ അങ്ങനെ റിയാക്ട് ചെയ്തത് എന്നവൻ പറയാണ്. അങ്ങനെ അവർ ഒരുപാട് സംസാരിക്കുന്നുണ്ട്. റൈമ അവനോട് ഐ ലവ് യു പറഞ്ഞെന്നും അവന് കിസ് കൊടുത്തെന്നും എല്ലാ കാര്യവും അവൻ സോനയോട് തുറന്നു പറഞ്ഞിട്ട് സോറി പറയാണ്.
പിന്നെ സോന 4 വർഷത്തിന് മുന്നേ നടന്ന കാര്യങ്ങളെല്ലാം അവനോട് പറയാണ്. റൈമ റോഡിൽ വീണ് കിടക്കുന്നതും കണ്ട് സഹായിക്കാൻ വേണ്ടി ആളുകളെ അവൾ വിളിച്ചു കൂട്ടാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. പക്ഷേ അവിടേക്ക് കരൺ വന്ന് അവളെ പിടിച്ചുകൊണ്ടുപോയി പോലീസിന് വിളിച്ചു പറയാൻ ശ്രമിച്ച അവളെ കരൺ തടഞ്ഞ് അവളുടെ അമ്മയെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. പിന്നെയും സോന റൈമ കിടക്കുന്ന സ്ഥലത്തേക്ക് പോയപ്പോൾ അവളെ അവിടെ കണ്ടില്ല. ഇത് പറയാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ നോക്കിയപ്പോൾ കരൺ സുമനെ ഭീഷണിപ്പെടുത്തിയത് കൊണ്ട് തന്നെ കംപ്ലൈൻറ്റ് കൊടുക്കാൻ അവളെ സുമൻ അനുവദിച്ചില്ല എന്നെല്ലാം അവൾ രോഹിത്തിനോട് തുറന്നു പറയാണ്. അങ്ങനെ അവർ സംസാരിച്ചിരിക്കുമ്പോൾ നേത്ര അങ്ങോട്ട് വന്ന് രോഹിത്തിന് ലക്ഷങ്ങളുടെ ബില്ല് കൊടുക്കുകയാണ്. ഇത് ഞങ്ങൾക്ക് ഉണ്ടായ നഷ്ടമാണെന്നും ആൾ പറയുന്നുണ്ട്. അപ്പോൾ രോഹിത്ത് ATM കാർഡ് എടുത്ത് കൊടുക്കുമ്പോൾ നേത്ര ചിരിച്ചിട്ട് എനിക്ക് പൈസ ഒന്നും വേണ്ട, എൻ്റെ സോനയെ നീ നന്നായി നോക്കിയാൽ മതി എന്ന് പറയാണ്. അതിനുശേഷം റൈമയോട് യാഷിൻ്റെ അമ്മ സോനാക്ഷിയും രോഹിത്തും തമ്മിൽ പ്രണയത്തിലാണെന്നുള്ള എല്ലാ സത്യങ്ങളും അവളോട് തുറന്നു പറയാണ്. ഇത് കേട്ടതും റൈമ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. രോഹിത്ത് മുന്നേ അവൾക്ക് അയച്ച സോനയെ അവന് ഇഷ്ടമാണെന്നുള്ള ആ മെസ്സേജും അവൾ കണ്ടിട്ട് കരയുന്നുണ്ട്. അങ്ങനെ റൈമയെ കാണാതായി എന്നുള്ള വിവരം അറിഞ്ഞിട്ട് രോഹിത്തും സോനയും അവളെ അന്വേഷിക്കുന്നുണ്ട്. ഇതിനിടയിലെ റോഹനും പരിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് റോഹൻ്റെ ആൻറ്റി ദീപ അറിഞ്ഞിട്ട് പരിയെ അടിക്കുന്നുണ്ട്. അവളോട് റോഹൻ്റെ വിവാഹം കഴിഞ്ഞതാണ്, അതുകൊണ്ട് തന്നെ നീ അവനിൽ നിന്ന് ദൂരെ പോകാൻ പറഞ്ഞിട്ട് വാൺ ചെയ്യുന്നുണ്ട്. പിന്നെ റൈമയെ രോഹിത്തും സോനയും കൂടെ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ റൈമയോട് സോന നീയും രോഹിത്തും തന്നെയാണ് കൂടുതൽ ചേർച്ച, നിങ്ങൾ തന്നെയാണ് ഒന്നിക്കേണ്ടത്, അതുകൊണ്ട് നിങ്ങളുടെ ഇടയിൽ ഞാനൊരു കരടായിട്ട് ഇരിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറിയിട്ട് പോവുകയാണ്. അപ്പോൾ റൈമ രോഹിത്തിൻ്റെ വീട്ടുകാരെ എല്ലാം സോനാക്ഷിയുടെ വീട്ടിലേക്ക് വിളിച്ചിട്ട് എല്ലാവരും കൂടെ ഇരിക്കുമ്പോൾ രോഹിത്തും സോനയും തമ്മിൽ ഒരുപാട് പ്രണയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അവരുടെ ഇടയിൽ നിൽക്കുന്നില്ല, നിങ്ങളെല്ലാവരും കൂടിയിട്ട് പെട്ടെന്ന് തന്നെ അവരുടെ കല്യാണം നടത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് അവളെ എല്ലാവരോടും കൂടെ പറയുകയാണ്. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും സമാധാനമാവുന്നുണ്ട്. അവരുടെ രണ്ടുപേരുടെ ഇടയിലും എപ്പോഴും നല്ല ഫ്രണ്ടായിട്ട് റൈമ ഉണ്ടാകുമെന്ന് എല്ലാവരോടും അവൾ പറയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ സുമിത്ത് അവൻ്റെ കോഴിത്തരം റൈമയോട് കാട്ടുന്നൊക്കെയുണ്ട്. അങ്ങനെ അവരുടെ കല്യാണം പെട്ടെന്ന് തന്നെ നടത്താൻ രണ്ട് വീട്ടുകാരും തീരുമാനിക്കുന്നുണ്ട്. പക്ഷേ രോഹിത്തിൻ്റെ അച്ഛൻ നാരായൺ മാത്രം ഒരു ബിസിനസ് മീറ്റിംഗ് ഉള്ളതുകൊണ്ട് തന്നെ അവിടെ വന്നിട്ടുണ്ടാവില്ല. അങ്ങനെ പിറ്റേ ദിവസം സോന രോഹിത്തിന് ഒരു ഗിഫ്റ്റും പിന്നെ ഒരു ലെറ്ററൊക്കെ അയക്കുന്നുണ്ട്. അപ്പോൾ അത് ആദ്യം കിട്ടുന്നത് റൈമയ്ക്കാണ്. റൈമ അത് വായിച്ചിട്ട് രോഹിത്തിനെ കളിയാക്കുന്നുണ്ട്. എന്നിട്ട് അവസാനം അതവന് കൊടുക്കുന്നുണ്ട്. പിന്നെ ദീപ റോഹൻ്റെ ഭാര്യ താനിയനോട് റോഹൻ ഇപ്പോൾ വേറെ ഒരു പെണ്ണിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ഞാനതൊരിക്കലും വിശ്വസിക്കില്ല എന്ന് താനിയ പറയാണ്. പിന്നെ വീണ വന്നിട്ട് ഈ നടന്ന കാര്യങ്ങളെല്ലാം നാരായണോട് പറയാൻ വേണ്ടി നിൽക്കുമ്പോൾ സോനാക്ഷിയുടെ പേര് പോലും എന്നോട് പറയണ്ട എന്ന് പറഞ്ഞിട്ട് ആൾ അവിടെ നിന്ന് പെട്ടെന്ന് പോവുകയാണ്. അപ്പോൾ വീണ ആകെ ടെൻഷൻ അടിച്ചിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ സീൻ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് ലഭിക്കാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.